ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ മാർക്കറ്റിൽ ഗ്ലോബലി എല്ലാം തന്നെ ഒരു കനത്ത ഒരു ഇടിവുണ്ടായിരുന്നു. യുദ്ധവും ഹോർമൂസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളാണ് ഈ ഒരു ഇടിവിന് പ്രധാനമായിട്ടും കാരണമായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിലെ നാസ്ഡാക്ക്, അതായത് ടെക്നോളജി കമ്പനീസ് ഇൻഡെക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ ചിപ്പ് നിർമ്മാണ കമ്പനീസിൽ ഒരു ഫ്രഷ് ബൈങ് കണ്ടു. യുദ്ധ അപ്ഡേറ്റിലേക്ക് വരാണെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത മുന്നറിയിപ്പുണ്ട്. ഇറാൻ വീണ്ടും ആക്രമണം തുടർന്നാൽ ഇതിനും ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവുമെന്നാണ് ട്രംപ് പറയുന്നത്. ഈ മുമ്പുണ്ടായിരുന്ന സീസ് ഫയർ പ്രായോഗികമായിട്ട് അവസാനിച്ചു എന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇറാൻ്റെയും പ്രതികരണം അതൊക്കെ തന്നെയാണ്. അമേരിക്കയുടെ ആക്രമണപരമായിട്ടുള്ള നടപടിയായിട്ട് വിശേഷിപ്പിച്ച് ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറയുന്നു. ഹോർമുസിലെ അമേരിക്കയുടെ യാതൊരു ഇടപെടലും ഇറാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ക്രൂഡ് പ്രൈസ് സ്പൈക്ക് ചെയ്തു $80 ആയിരിക്കുന്നുണ്ട്. എന്നാൽ നിഫ്റ്റി ചെറിയ തോതിലൊക്കെ റിക്കവറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് ഇന്നലെ കാണാം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡോ നെഗറ്റീവായിരുന്നു. 3 യൂറോപ്യൻ മാർക്കറ്റും ഇടിഞ്ഞ് പഞ്ചറായി. ഇന്ത്യ വിക്സ് 14 സ്പൈക്ക് ചെയ്ത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി. ജപ്പാൻ മാർക്കറ്റ് 2%, കൊറിയ 3% റാലി ചെയ്തു. കൂടാതെ തന്നെ നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും നിഫ്റ്റിയും റിക്കവറി മോഡിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൂടാതെ തന്നെ ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ, ഗോൾഡ് $4074, ബിറ്റ്കോയിൻ 62,000 എന്ന നിലയിലാണ് എത്തി നിൽക്കുന്നത്. ബിറ്റ്കോയിനെ പറ്റി പറയുമ്പോൾ ബിറ്റ്കോയിനിൽ നമുക്ക് ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാം, വിദേശ ബ്രോക്കർ വേണ്ട. അപ്പോൾ അതിന് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മൾ പഠിപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് ഉണ്ട്, ഫില്ല് ചെയ്യുക. കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ അയക്കാം. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് 3%, വിപ്രോയിൽ തന്നെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ചെറിയ തോതിൽ തിരിച്ച് കയറിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. PCR 0.6 ആണ്. കാണാം ഗ്രീൻ കളർ കാണുന്നത് കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണമാണ്. നിഫ്റ്റിയുടെ അടുത്തും വളരെ പരിസരത്തൊക്കെ ഹ്യൂജ് കോൾ റൈറ്റിംഗ് ആണുള്ളത്. പുട്ട് ഷോർട്ട് ചെയ്യാൻ ആളുകൾക്ക് വളരെയധികം പേടിയായതുകൊണ്ട് തന്നെ പുട്ട് റൈറ്റിംഗ് ഇല്ല. റെഡ് കളറാണ് പുട്ട് റൈറ്റിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇന്നലെ വേറൊരു കാര്യം സംഭവിച്ചു. ഇന്നലെ FISും DES ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സായിരുന്നു. FIS ഇന്നലെ മാത്രമല്ല കഴിഞ്ഞ 3 ദിവസമായിട്ട് ബയേഴ്സായിരുന്നു. കാണാം ഈ ഒരു മാസം 2500 കോടി രൂപയുടെ ബൈ നടത്തി. നെറ്റ് പർച്ചേസ് കാണാം FISൻ്റെ. DESും ബയേഴ്സായിരുന്നു. അപ്പോൾ റീറ്റെയിലേഴ്സിന് മാർക്കറ്റിൽ ഒരു ശക്തി ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഉള്ളൊരു മറുപടിയാണ് ഇന്നലെ കണ്ടത്. കാരണം എന്തുമാത്രം സെല്ലിംഗ് ആയിരുന്നു. നിഫ്റ്റിയുടെ എല്ലാം തന്നെ പ്രീമിയം ഏകദേശം ഒരു വളരെ ഫാർ ഔട്ടിയുമായിട്ടുള്ള പ്രീമിയം എല്ലാം തന്നെ 3 രൂപയൊക്കെ ഉണ്ടായിരുന്നത് 1000 പോയിൻ്റ് അകലെയുള്ള പുട്ടിൻ്റെ പ്രീമിയമാണ് പറയുന്നത്. ഒറ്റയടിക്ക് സ്പൈക്ക് ചെയ്ത് 13 പിന്നീട് സ്പൈക്ക് ചെയ്തത് 30-40 എത്തി നിൽക്കുന്നുണ്ട്. ഇന്നലെ ഒരുപാട് ആളുകൾ ലോസ് അടിച്ചിട്ടുണ്ടാവും. കാരണം പ്രീമിയം കുറവ്, വിക്സ് കുറവ്, റൈറ്റേഴ്സിന് എസ്പെഷ്യലി ലോസ് അടിച്ചിട്ടുണ്ടാവും. സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. TVS മോട്ടേഴ്സ് ONGC ആയിട്ട് ഈ LPG സിലിണ്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. IOCL ഇവർ ജോയിൻറ്റ് വെഞ്ചറായിട്ടൊരു പുതിയ തെർമൽ പവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. നാൽക്കോയുടെ പ്രൊഡക്ഷൻ 11% വർദ്ധിച്ച അറിയിച്ചു. NLC ഇവർ NLC അല്ല, മഹേന്ദ്ര ഉണ്ടോ, നാൽക്കോ കഴിഞ്ഞ് മഹേന്ദ്ര വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കും എന്നറിയിച്ചിട്ടുണ്ട്. TCS ഇവരുടെ റിസൾട്ട് ഇന്ന് വരും എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. TCSൻ്റെ റിസൾട്ട് ഇന്ന് വരും. ഈ IRB ഇൻഫ്ര കമ്പനി 28% ഇയർ ഓൺ ഇയർ ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി JSW എനർജി കമ്പനി പുതിയ 1081 മെഗാവാട്ടുള്ള പുതിയ റിന്യൂവൽ പ്ലാന്റ് അവർ ഉദ്ഘാടനം നടത്തി. ഫോണിക്സ് മിൽസ് ഇവരുടെ 32% ഓപ്പറേഷൻ പോർട്ട്ഫോളിയോ വർദ്ധിച്ചതായിട്ട് അറിയിച്ചു. ഗോദ്രേജ് പ്രോപ്പർട്ടി റിയാലിറ്റി കമ്പനിയാണ്. ഇവർ 8,000 കോടി രൂപയുടെ സെയിൽസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ജെയിൻ റിസോഴ്സസ് കമ്പനി ഇവർ പുതിയ അവരുടെ കോപ്പർ പ്രൊഡക്ഷൻ തമിഴ്നാട്ടിൽ ഇനാഗ്രേറ്റ് ചെയ്തു. നിംബസ് പ്രൊജക്റ്റ് സെയിൽസ് ഇയർ ഓൺ ഇയർ
134% വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോഴുള്ള ന്യൂസ്. ഓക്കെ, എനിവേ നമുക്ക് വൈകിട്ട് കാണാം. അപ്പോൾ ക്രിപ്റ്റോ, ബിറ്റ്കോയിൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് ഉണ്ട്, യൂസ് ചെയ്യാം, ഫില്ല് ചെയ്യാം, കോഴ്സ് നമ്മൾ അയക്കാം. അപ്പോൾ വൈകിട്ട് കാണാം. താങ്ക് യു ആൾ.